വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ രാവിലത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് പറഞ്ഞു വന്നപ്പോഴൊക്കെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ആയി. എനിക്കിന്ന് രാവിലെ കുറച്ചധികം ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. ഈ ഷായും ഒരുമിച്ച് വന്നാൽ എൻ്റെ കാര്യം കട്ടപ്പക കേട്ടോ. ശശില, ശശിൻ, ശശി, ശുശ്രൂഷ, ഇതൊക്കെ എനിക്ക് വെറും കാറ്റുകൾ മാത്രമാണ്. അപ്പൊ എന്തായാലും വിഷ്ണു ഇന്നലെ രാത്രി തൊട്ടിട്ട് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വിഷ്ണു ഒന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. ലീവൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗംഭീരമായിട്ടുള്ള പനിയായിരിക്കുമല്ലോ. പൊതുവെ ഒട്ടും ലീവ് എടുക്കാത്ത ആളാണ് വിഷ്ണു. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ശുശ്രൂഷ പരിപാടികളുണ്ടായിരുന്നു രാവിലെ. അതുകൊണ്ട് എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വ്ളോഗ് എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്ക് ഉച്ചരയായിരിക്കും. കുറച്ചധികം കാലത്തിന് ശേഷമാണ് നമ്മള് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നും കൊണ്ടൊരു വ്ളോഗ് എടുക്കുന്നതല്ലേ. കാരണം കഴിഞ്ഞ ഒരു 5-6 വ്ളോഗ് നമ്മൾ ട്രാവലിന്റെ ഭാഗമായിട്ട് ഇറ്റലിയും വിശേഷവും എല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മള് വീട്ടിലെത്തി ഒരാഴ്ച നല്ല ബിസി ആയിരുന്നു കേട്ടോ. പ്രതുവും ഗീതും വീട് മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞൊരു ഷോർട്സിൽ അല്ലെങ്കിൽ ഒരു റീൽസിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആംസ്റ്റൽഫെയിനിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ വീടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെ സ്വന്തമായി ഒരു വീട് വാങ്ങിച്ച് മാറിയിരിക്കുകയാണ്. അടിപൊളി. കുറച്ചധികം കാലമായിട്ടോ അവർ വീട് വാങ്ങിയിട്ട്. ഇവിടെ എപ്പോഴും നമ്മൾ വീട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു 3-4 അല്ലെങ്കിൽ ഒരു 4-5 മാസത്തിന്റെ ഗ്യാപ്പൊക്കെ വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാം നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഫ്ലോറിങ് വരെ നമ്മൾ പറിച്ചിട്ട് വേണം തിരിച്ച് നമ്മൾ ഏജൻസിക്ക് അപ്പാർട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എല്ലാം കെട്ടും ഭാണ്ഡവുമായി പുതിയ വീട്ടിൽ വന്ന് അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ട് അറേഞ്ച്മെന്റ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയാലോ, വീട് ഷിഫ്റ്റിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ പണിയാണ്. അപ്പൊ അതിങ്ങനെ ഓരോ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെ ഒരു തിരക്കായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും അത് ഏകദേശം ഒന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. അത് ഇനി അതിന്റെ വഴിക്ക് അങ്ങോട്ട് നടന്ന് ശരിയായി റെഡിയായി പോയിക്കോളും. ബാക്കി ഞാൻ ഈ വ്ളോഗിൽ സംസാരിച്ചത് മുഴുവൻ ഇങ്ങനെയാണ് റെക്കോർഡായത്. കുറച്ചങ്ങോട്ട് സംസാരിച്ച് പൊലിപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ശാസ്ത്രം അനുവദിച്ചില്ല. എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ 12 മണിക്ക് നെതർലൻഡ്സ് ഇവരുടെ എമർജൻസി സിസ്റ്റം ഒന്ന് ടെസ്റ്റ് ചെയ്യൂ കേട്ടോ. എമർജൻസി അലേർട്ട് വരും നമുക്ക് ഫോണിൽ. ഒപ്പം ആ സൈറൻ ഇല്ലേ, ആ നിലവിളി ശബ്ദം, അതും കൂടെ അവരൊന്ന് പുറപ്പെടുവിപ്പിക്കും. ഞാൻ ഈ ഒരു പാർട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു സൈറൺ ബാക്കിലുണ്ടായിരുന്നു കേട്ടോ. ഇനി അതുകൊണ്ടാണോ എൻ്റെ വോയിസ് എങ്ങനെയായി പോയതെന്ന് അറിയില്ല. കറക്റ്റ് ആ ഒരു അലാം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ശബ്ദം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വീഡിയോയിൽ. നമ്മുടെ എന്ത് വ്ളോഗ് എന്താണെന്നുള്ളത് ഈ പറയുന്നതിൻ്റെ ബാക്കിൽ ഞാൻ ചുമ്മാ ഒന്ന് വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. എൻ്റെ വേഷവിധാനം എല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് നമ്മുടെ വീടൊന്ന് ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇനി സംസാരിച്ച് ഞാൻ എൻ്റെ പ്രസംഗം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. നമുക്ക് തുടങ്ങാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അതെ, ഇത് കഴിഞ്ഞിട്ട് തെയ്താരോ അത് ഞാൻ തൽക്കാലം ഒന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ റിവ്യൂ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇൻട്രോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഞാൻ കുറച്ച് ചേഞ്ചസും അതിൽ കുറച്ച് വിഷ്വൽസും കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വീണ്ടും കേൾപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. ആദ്യം നമുക്ക് നമ്മുടെ ഗരാജിൽ പോയിട്ട് നമ്മളെല്ലാ ക്രിസ്മസ് ഐറ്റംസും എടുത്തിട്ട് വരാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗാർഡൻ്റെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഇപ്പം നല്ലത്. ഈ ഒരു ഇലയെല്ലാം ഏകദേശം താഴെത്തിയിട്ടുണ്ട്. ഒരു റൗണ്ട് ഞാൻ അടിച്ചു വാരി ആ കാണുന്ന ബാഗ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയും കാറ്റും തണുപ്പും എല്ലാം കാരണം പിന്നെയും നമ്മൾ ആരും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഇലയും കൂടെ താഴെത്തിയതിന് ശേഷം നമുക്കിനി ഒരു റൗണ്ട് ഓഫ് ക്ലീനിങ്ങിന് പോവാം. ഈ ഒരു വിൻ്ററായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ ഗാർഡൻ. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഗരാജിലോട്ട് പോകാം. ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല നിങ്ങൾക്ക് അധികം ഗരാജ് കാണിച്ചിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ശാപം കിട്ടിയതുപോലെയാണ്. ഒരു തവണയും നമുക്ക് മുഴുവൻ ക്ലീൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനും വിഷ്ണുവും കൂടെ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാലും അങ്ങനെ മുഴുവൻ ക്ലീൻ ഒന്നും അല്ല കേട്ടോ. ഇവിടെ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ സീസൺ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുമല്ലോ. ഇപ്പം ജാക്കറ്റ്സിൽ മാറ്റം വരും, കുറച്ച് ക്ലോത്ത്സിൽ മാറ്റം വരും, ഷൂവിൽ മാറ്റം വരും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പർ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ, വലിയ കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ട് നമ്മളിവിടെ എടുത്ത് വെക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് മെയിനായിട്ട് നമ്മുടെ ഗരാജിലുള്ള ക്യാബിൻ. ഞാനും വിഷ്ണുവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടി ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഗരാജ് കേട്ടോ. കാരണം എനിക്ക് അങ്ങോട്ട് പോയി ഒതുക്കി വെക്കാൻ മടിയാണ്. എന്നാൽ ഞാൻ വിഷ്ണുവിനോട് ആകെ ടേക്ക് കെയർ ചെയ്യാൻ പറയുന്ന ഒരു സ്ഥലമാണ് ഗരാജ്. പ്രോപ്പറായിട്ട് വിഷ്ണു അത് അടക്കി പെറുക്കി ഒതുക്കി വെക്കുന്നില്ല, പിന്നെ വേസ്റ്റ് പ്രോപ്പറായി കൊണ്ട് കളയുന്നില്ല എന്നുള്ള എൻ്റെ കംപ്ലയിൻസും അതിൻ്റെ വിഷ്ണുവിൻ്റെ തിരിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻസും കൂടെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊരു ചെറിയ ആർഗ്യുമെൻ്റ് ആയി തീരും. അപ്പോൾ ഗരാജ് നമുക്കൊരു ഹോട്ട് ടോപ്പിക്കാണ് അടി ഉണ്ടാക്കാൻ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും അല്ല കേട്ടോ ഈ ഗറാജ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഈ മരപ്പണി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു കഴിവ് കുറവാണ്. ഇവിടുത്തെ ആൾക്കാർ പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും ഒറ്റയ്ക്കാണല്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള പല വീട്ടിലെ ഗറാജും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ മരത്തിൻ്റെ തട്ടൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസത്തിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും എൻ്റെ ഗറാജ് മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ദേ ഗറാജിൽ നിന്ന് നമ്മുടെ എല്ലാ ബോക്സസും ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബോക്സും പുറത്തെത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഇക്കൊല്ലം നമ്മൾ വാങ്ങിച്ച ക്രിസ്മസ് ഐറ്റംസും കൂടെ ഒപ്പം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മലയാള സിനിമ വെക്കാറുണ്ട് കേട്ടോ. പഴയ മലയാള സിനിമ. ഇന്ന് നമ്മൾ മാനാർ മത്തായി സ്പീക്കിംഗ് ആണ് വെച്ചിട്ടുള്ളത്. അത് റാംജി റാവു ആയിരുന്നു, അറിയില്ല. എന്തോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ഒന്നും അല്ല കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു ഹാളിൽ വരുത്തുന്നുള്ളൂ. അധികം നമ്മുടെ ലിവിംഗ് റൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മുകളിലോട്ടൊന്നും ഞാൻ ഇതുവരെ അങ്ങോട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ കാര്യങ്ങളിൽ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓരോ കാര്യങ്ങളും ഞാൻ എടുത്ത് പുറത്തിറക്കി വെച്ച് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്നുള്ളത് ഞാനൊന്ന് ചിന്തിക്കട്ടെ. അതിന് കുറച്ച് സമയമെടുക്കും. ആ നേരം നിങ്ങൾ ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട. ഞാൻ ഇക്കൊല്ലവും ചെറിയൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ. പോയ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ ഈ പരിപാടികളൊക്കെ ഒന്ന് ബോക്സിൽ നിന്ന് പുറത്തിറക്കി വെച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അത് കണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഞാനിവിടെ റെഡി ആവാം. നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മഴ ദിവസമാണ് കേട്ടോ. രാവിലെ തൊട്ടേ തീരെ വെയിലുണ്ടായിരുന്നില്ല. ഈ വെയിലൊട്ടുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കര മടി വരും. ഒപ്പം ഈ മഴയും തണുപ്പും എല്ലാം കൂടെ ആകുമ്പോൾ അങ്ങനെ ഞാൻ എന്നെ ഉന്തി തള്ളിയിട്ടാണ് ഞാനിന്ന് ഈ കാറെടുത്ത് പുറത്തിറങ്ങിയിരിക്കണേ. നമ്മളിതേ ഇവിടെ എത്തി. എൻ്റെ ബാക്കിലുള്ള ഈ കട കണ്ടോ, ബ്ലോക്കർ, അവർ ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. അപ്പോൾ അവരിൽ പൈസ ഇല്ല. അവർ പൈസ കൊടുത്ത് നമുക്ക് സഹായിക്കാൻ അത്രമാത്രം ആസ്തി എനിക്കില്ല. തൽക്കാലം അവർ ബാങ്ക്രപ്റ്റിയുടെ ഭാഗമായിട്ട് അവർ കുറേ കാര്യങ്ങൾ അവിടെ വില കുറഞ്ഞ് സെയിലിന് വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. ഇത്രയൊന്നും തിരക്ക് പൊതുവേ ഈ കടയിൽ ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇവിടെ കണ്ടോ, സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാങ്ക്രപ്സി ഭാഗമായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് ക്രിസ്മസ് എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമോ നോക്കാം. ഇതെല്ലാം 20% ഓഫാണ്. അധിക കൊല്ലും ഞാൻ ട്രീ നമ്മുടെ റെഡും ഗോൾഡനും തന്നെ ഉണ്ടോ ചെയ്യാറ്. ഇത്തവണ നമുക്ക് ഒരു ഏത് കളറാണ് ചെയ്യാം, ഒരു ഗോൾഡനും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് ചെയ്യാം അല്ലേ. ഇവിടെ ട്രീ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഈ സ്നോമാനെയൊക്കെ കാണാൻ. ഷാമ്പെയിനൊക്കെ പിടിച്ചിരിക്കുക. ഞാനിവിടുന്ന് കുറച്ച് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ കാര്യം 20% ഓഫിനാണ് കേട്ടോ. എന്തൊരു ബുദ്ധിമുട്ടല്ലേ. വളരെ കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാർ ഓരോ ബിസിനസ്സും കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലേറ്റർ അവർ ബാങ്ക്രപ്റ്റ് ആയി പോകുന്നത്. ഓഫറിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെ ആയിരിക്കും. ഈ ഒരു എഗ്ഗ് ബോയിൽ ചെയ്യുന്ന ഐറ്റം കുറച്ചായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണേ. പക്ഷെ ഇതിൽ 6-7 മുട്ടയൊക്കെ അറ്റ ടൈം പോകും. ഇതൊന്നും എടുക്കാം നമുക്ക്. ഇവിടെയും 15% ഓഫ്. ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ബില്ല് ചെയ്ത് നമുക്ക് ഇറങ്ങാം. ഇവിടെ പുറത്തൊക്കെ കണ്ടോ നല്ല രീതിയിൽ ലൈറ്റ്സ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ക്രിസ്മസിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. മാത്രമല്ല ഈ ഒരു വിന്റർ ടൈമൊക്കെ ആവുമ്പോൾ പൊതുവേ ഇവിടെ തീരെ സൂര്യനൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. ഒട്ടും സൂര്യനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ചൊക്കെ ഈ ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ നല്ലോണം കൂടുതലാണ്. ആൻഡ് ഇവിടെ വിന്റർ ടൈം ആകുമ്പോൾ ഒരുപാട് ഡിപ്രഷൻ കേസസ് വരും ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലൈറ്റ് എല്ലാം വെച്ച് ചെറിയൊരു ഫെസ്റ്റീവ് ഫീൽ എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ ട്രൈ ചെയ്യുന്നതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഡിസംബർ 25 ക്രിസ്മസിന് പുറമെ ഡിസംബർ 5 ഇവിടെ നല്ലൊരു സെലിബ്രേഷൻ നടക്കാറുണ്ട് കേട്ടോ. സിൻറ്റ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ പിള്ളേരൊക്കെ കൂടുതൽ ഡിസംബർ 5 പറ്റിയിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഹേമയിൽ പോയി നോക്കാം. അല്ല, എനിക്ക് എന്തായാലും ക്രിസ്മസ് ട്രീ വാങ്ങിക്കണം. എനിക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അത് പക്ഷെ അൽക്ക കൊണ്ടുപോയിട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയപ്പോൾ. അവളെന്നോട് പുതിയത് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയില്ല. കാരണം ക്രിസ്മസ് ഒന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവള് എൻ്റെ ട്രീ എടുത്ത് പോയി. അതുകൊണ്ട് എനിക്ക് ഈ കൊല്ലത്തേക്കുള്ള ട്രീ നോക്കിക്കണ്ട് വാങ്ങിക്കണം. ഇവിടെ ദേ നമ്മുടെ ട്രീ ഇരിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ട്രീ ഉണ്ട് കേട്ടോ. സ്നോ ഉള്ളതും ഉണ്ട്, സ്നോ ഇല്ലാത്തതും ഉണ്ട്. എനിക്ക് സ്നോ ഇല്ലാത്ത ട്രീ ആണ് കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നാറ്. അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 54 യൂറോ ആണ്. ഇവിടെ നിന്ന് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ചെറിയ സംശയത്തിലാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആക്ഷൻ എന്ന് പറഞ്ഞ വേറൊരു കടയുണ്ട് കേട്ടോ. അവിടെ നമുക്ക് കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ ക്രിസ്മസ് ട്രീ കിട്ടും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ട്രീ ബോറടിക്കും. അപ്പം മാറ്റേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒക്കെ രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറഞ്ഞ ട്രീ ആണ് നല്ലത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ആർട്ടിഫിഷ്യൽ ട്രീ അല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള ട്രീയും വാങ്ങിക്കാൻ കിട്ടും. അതിന് 20-25 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഡിസ്പോസിങ് പിന്നെ ഭയങ്കര ഒരു പണിയാണ് ക്രിസ്മസ് കഴിഞ്ഞാൽ. വീടിൻ്റെ പുറത്തെടുത്ത് വെച്ചാൽ മതി. പക്ഷെ എന്നാലും അതൊരു പണിയാണ്. മറ്റേത് നമുക്ക്
റീയൂസ് ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യാറ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ട്രീ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വേറെ ഏതെങ്കിലും കടയിലൊക്കെ ഒന്ന് കയറി ചുമ്മാ ചെക്ക് ചെയ്യാം. ഈ അപ്പൂപ്പൻ എൻ്റെ ഒരു ഫസ്റ്റ് സൈറ്റ് ലവായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ട ഉടനെ. നമുക്ക് എടുക്കാം. സൈഡിൽ ഒരു പുള്ളിയും കൂടെ ഉണ്ട്. പക്ഷേ ഈ അപ്പൂപ്പനെ എനിക്ക് ഇഷ്ടപ്പെട്ട. നമ്മൾ ആക്ഷനിൽ വന്നിരിക്കുകയാണ്. 2 ഹൈറ്റിലുള്ള ട്രീ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒന്ന് 210 സെൻറ്റിമീറ്ററും പിന്നെ ഒന്ന് 150 സെൻറ്റിമീറ്ററും. ഞാൻ 210-ൻ്റെയാണ് എടുത്തത്. അതിന് ഏകദേശം 40 യൂറോൻ്റെ അടുത്തായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ അതിന് പുറമെ ഇവിടെ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ച് ചില ആൾക്കാർ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കില്ലേ, അതിനുള്ളൊരു സ്കില്ല് എനിക്ക് അധികം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ അധികം ഷോപ്പിംഗ് ഒന്നും നമ്മൾ ഇത്തവണ ചെയ്തിട്ടില്ല. ഞാനിവിടെ തൊട്ടടുത്തുള്ള ഈ ഒരു ടൗൺ സെന്ററിൽ കുറച്ച് ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് കമ്പനിക്ക് നെയ്ത്തനും ഉണ്ട്. പിന്നെ ആരാ നെയ്ത്തനൊപ്പം ഉള്ള? നെയ്ത്തനുണ്ട്, പിന്നെ ഡാനി ഉണ്ട്. ഡാൻ. അപ്പൊ നമ്മളാണ് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളത്. പോവാം. ഇന്ന് പിള്ളേരെ സ്കൂളിൽ നിന്ന് ഞാനായിരുന്നു കേട്ടോ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ വീട്ടിൽ പോകണ്ട, പോകുന്ന വഴിക്ക് ഒരു ടൗൺ സെൻറ്റർ ഉണ്ട്, അവിടെ കയറി നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ 3 പേരും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോലും ഇല്ലാത്തൊരു ടൗൺ സെൻറ്റർ ആണ് കേട്ടോ. ഒരു കുട്ടി ടൗൺ സെൻറ്റർ ആണ്. ഇങ്ങനെയുള്ള ടൗൺ സെൻറ്ററൊക്കെ ഓരോരോ സീസൺ അനുസരിച്ചിട്ടായിരിക്കും അവർ അകം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു ക്രിസ്മസ് തീമിലാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് കൂടുതൽ നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വാങ്ങിക്കാനുണ്ടായിരിക്കുക. സമ്മറും സ്പ്രിങ്ങും ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവരവരുടെ ഡെക്കറേഷനിൽ കൊണ്ടുവരും. ഇതൊരു ക്രിസ്മസ് റീത്താണ് കേട്ടോ. നമ്മൾ ഡോറിൻ്റെ മുകളിലൊക്കെ തൂക്കില്ലേ, ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിളും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളുമാണ് അവരതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. ഒറിജിനലാ, നല്ല ഭംഗിയില്ലേ കാണാൻ? ആ ശരിക്കുമാണത്. ഡാനിക്ക് കുറച്ച് നടന്നപ്പോൾ നല്ല മടി. അവൻ ദേ ഷോപ്പിംഗ് കാർട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു വിൻ്റർ ടൈം ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു കളറിങ് പോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അങ്ങനത്തെ കുറച്ച് കളേഴ്സും അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റിയൊക്കെ കുറച്ചും കൂടെ ഈ ഒരു വിൻ്റർ ടൈമിൽ നമ്മളെ മൈൻഡ് ആക്റ്റീവ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പോലെ ഉണ്ടാക്കിയിട്ട് ഗീതുവിൻ്റെയും പ്രതുവിൻ്റെയും പുതിയ വീട്ടിലോട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി അവിടുന്ന് ദേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് റീത്ത് ഇങ്ങനെ വട്ടത്തില് നമ്മളിങ്ങനെ ഡോറിന്റെ മുകളിലൊക്കെ വെക്കണേ, അത് നമുക്ക് ഈ ഒരു ഫോം വാങ്ങി പിന്നെ ഇവിടെ നിന്നുള്ള ഐറ്റംസ് എല്ലാം പിക്ക് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഇത് വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാം. നന്നായിട്ടുണ്ട്. എന്താ ഇങ്ങനെ ഇതിന്റെ ഫുൾ യൂട്ടിലിറ്റി? മഷ്റൂംസ് എടുത്തല്ലോ നമ്മള്. ഇനി വേണോ? ഇനി എന്തിനാ? നമുക്ക് 3 എണ്ണല്ലേ വേണ്ട, 3 നമുക്ക് എടുത്തു. പോവാം. നമ്മൾ 3 പേരും നല്ല അടിപൊളി ഷോപ്പിംഗ് പാർട്ട്നേഴ്സ് ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഡിസ്കസ് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ആ ഒരു സ്നോമാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതേ ബിയറിൻ്റെ ഷേപ്പിൽ, പിന്നെ അതേപോലെ തന്നെ ബർഗർ, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ് ഇതിൻ്റെയൊക്കെ രീതിയിലുള്ള നമ്മുടെ ട്രീയുടെ മുകളിൽ തൂക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമല്ലേ ഈ ഒരു ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട്? അപ്പൂപ്പൻ അതിൻ്റെ അകത്തോട്ട് വീണതുപോലെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കുറച്ച് നേരം കൂടെ നമ്മളിവിടെ എല്ലാം നടന്ന് ആവശ്യമുള്ള കുറച്ച് ഡെക്കറേഷൻസൊക്കെ എടുത്ത് നമുക്ക് പോവാട്ടോ. കാരണം കുറച്ച് നേരമായി നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് നമ്മളെല്ലാവരും നല്ല ടയർഡാണ്. പിന്നെ ഇവർക്ക് വിശക്കുന്നുമുണ്ട്. ഇവർ സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതല്ലേ, എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് വാങ്ങിക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു ടൗൺ സെൻറ്റർ എൻഡ് ചെയ്യുന്ന അവിടെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, പക്ഷികളുടെയും പെറ്റ്സിൻ്റെയൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം ഫിഷിനെയും അതേപോലെ തന്നെ ബേർഡ്സിനെയൊക്കെ നോക്കി നിന്നതിന് ശേഷം നമ്മൾ വാങ്ങിച്ച എല്ലാ ഐറ്റവും നമ്മൾ ബില്ല് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഒപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. പ്രതുവും ഗീതവും പുതിയ വീട്ടിലോട്ട് മാറിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതേപോലെ എല്ലാവർക്കും കുറച്ച് വിഷമമുള്ളൊരു കാര്യം കൂടെ ഒപ്പം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഈ ഒരു ലിഫ്റ്റ്, അവിടുത്തെ മിറർ, അതൊന്നും ഇനി കാണില്ല. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എല്ലാവരുടെ ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ആണ് കേട്ടോ. ഞാനും വിഷ്ണുവും ഇവിടെ 2 കൊല്ലത്തോളം നമ്മുടെ ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല സൺലൈറ്റൊക്കെ വരുന്ന രീതിയിലുള്ള നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ആണത്. നമ്മളിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രതുവും ഗീതുവായിരുന്നു ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നിന്ന് പോയി എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഡച്ച് കപ്പിളാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്
അപ്പാർട്ട്മെൻറ്റ് ഇവരുടെ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ പുതിയ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നിലത്തെ ഫ്ലോറിങ് വരെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഫ്ലോറിങ്ങും കൂടെ ഒഴിച്ച് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏജൻസിക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ ഗുഡ് എന്ന് വിശ്വസിച്ച് നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. 2 ദിവസത്തെ ഷോപ്പിങ്ങും നമ്മുടെ പഴയ അപ്പാർട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്ക് ഞാൻ ഇതേ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ ഞാൻ ഇങ്ങനെ ഭംഗിയുള്ള കുറച്ച് ട്രീ ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഓരോ വർഷം ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോഴേ കുറച്ച് പ്രോപ്പറായിട്ട് ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. നല്ലോണം നമ്മൾ വാങ്ങിച്ച് അതേപോലെ തന്നെ ബോക്സിലൊക്കെ ആക്കിയിട്ട്. കാരണം അടുത്ത കൊല്ലം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരു പുതുമ തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്തും നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് വാങ്ങിയ പോലെ തന്നെയാണ്, അതേ പാക്കേജിലും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ എടുത്തു വെക്കാൻ ശ്രമിക്കാറ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചറേ. മുന്നേ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് വിഷ്ണു ഗിഫ്റ്റ് ചെയ്തൊരു ഡ്രീം ക്യാച്ചറാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ മുന്നേ വിഷ്ണുവിൻ്റെ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് എന്നൊക്കെ പറയാം എനിക്ക് വിഷ്ണു തന്നത്. എനിക്ക് ഡ്രീം ക്യാച്ചേഴ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ റൂമിലൊക്കെ ഞാൻ കുറേ തൂക്കിയിടുന്നു ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ വാങ്ങിക്കും അങ്ങനെ ഹാങ് ചെയ്യുകയൊന്നും ചെയ്യാറില്ല. അപ്പം ഇത് കല്യാണത്തിനൊക്കെ മുന്നേ ആയിട്ട് ഒന്ന് ഇമ്പ്രസ് ചെയ്യാനുള്ള കാലഘട്ടം ഉണ്ടായിരിക്കുമല്ലോ. അന്ന് എനിക്ക് വിഷ്ണുവിന് ഡ്രീം ക്യാച്ചർ എന്താണെന്ന് അറിയില്ലെങ്കിലും വിഷ്ണു എനിക്ക് വാങ്ങിച്ചു തന്നതാണിത്. ഇപ്പം ഇതിൻ്റെ കളറൊക്കെ പോയി. എനിക്കിങ്ങനെ ചില സാധനങ്ങൾ എടുത്തു വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എടുത്തു വെച്ചാൽ ഇത് ഈ ഒരു ഡ്രീം ക്യാച്ചറും പിന്നെ വേറെ കുറച്ച് ഡ്രീം ക്യാച്ചേഴ്സും ഒക്കെ നമ്മുടെ ഹൽദി സെലിബ്രേഷൻ്റെ ഒരു മെയിൻ ഡെക്കറേഷനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ ഒരു രസം. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ? ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമുക്കൊരു മാറ്റം വരുത്തണം. പിന്നെ ഈ കാണുന്ന ടേബിളിൻ്റെ മുകളിൽ ഒരു മാറ്റം വരുത്താം. പിന്നെ ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്താം. കിച്ചണിലൊരു മാറ്റം വരുത്താം. പിന്നെ ഇവിടെ നമുക്ക് ക്രിസ്മസ് ട്രീയും വെക്കാം. അതാണ് പ്ലാൻ. ഒരു 2 മണിക്കൂറിനുള്ളിൽ ചെയ്തു തരുന്നൊരു പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ശ്രമിക്കാം. മെയിനായിട്ട് നമ്മളൊരു ഡെക്കറേഷൻ ചെയ്യാറ് ഈ ഒരു ക്രിസ്മസിന്റെ സമയത്ത് തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഫോൾ സീസണോ സ്പ്രിങ്ങോ ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതായത് ഇപ്പോൾ ഇതിന്റെ കളർ മാറ്റി ഒന്ന് റോസ് ആക്കുക, കുറച്ച് ചെറിയ ബ്ലോസത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഫോളിലും സ്പ്രിങ്ങിലൊക്കെ ചെയ്യാറുണ്ട്. കാരണം വീട് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. വീടിന്റെ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ കൗച്ചിലിരുന്നിട്ട് ആ ഭംഗിയാക്കിയ സാധനങ്ങൾ നോക്കി ഇങ്ങനെ നിർവൃതി ഇറങ്ങുന്നത് എൻ്റെ ഒരു ചെറിയ സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ വാസ് ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതൊക്കെ തന്നെ ഇങ്ങനെ നോക്കി എൻ്റെ ഒരു കഴിവ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അതെനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. അടിയിലുള്ള ഗോൾഡൻ ട്രേ അവിടെ തന്നെ വെക്കാം. ബാക്കി എല്ലാ സംഗതികളും ഒന്ന് മാറ്റാം. ഇതൊന്ന് കുറച്ച് വൃത്തിയാക്കട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ക്ലീനിങ്ങും കൂടെ ഒപ്പം നടത്താം കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാൻ മാസത്തിലൊരിക്കലാണ് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരാറുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് അവർ വന്നിട്ടില്ല. അവർ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ സിക്കാണെന്നൊക്കെ പറഞ്ഞ് അവർ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡെക്കറേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ. അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുള്ള ഈ ഒരു ട്രേ സെറ്റ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാം കേട്ടോ. ആ മുകളിലിരിക്കുന്ന ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ മാറ്റുന്നേ ഉള്ളൂ. ഈ ഒരു ചെടിയാണ് ഈ വീട്ടിൽ ഒട്ടും ഭാഗ്യമില്ലാത്തൊരു ചെടി. പുള്ളി വളരെ ചെറുതായത് കാരണം പുള്ളീനെ വെള്ളം ഒഴിക്കാൻ ഞാൻ എപ്പോഴും മറന്നു പോകും. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഓർത്തൊഴിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് പുള്ളി ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു ബുക്കല്ല കേട്ടോ, ഇതൊരു സ്റ്റോറേജ് പോലെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാനിവിടെ TK Maxx വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇവരെ നമുക്ക് ഇങ്ങനെ വെക്കേണ്ട, നമുക്ക് വെക്കുന്ന രീതി ഒന്ന് ചെറുതാക്കി മാറ്റി ഇവർ വെച്ച് തന്നെ നമുക്ക് ഇവിടുത്തെ ഡെക്കറേഷൻ ചെയ്യാം. ഇങ്ങനെയാണ് ഫൈനലി എൻഡ് ചെയ്തത്. ആ ഒരു റെയിൻഡിയറിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇതൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഇടയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ല, വിഷ്കണു എങ്ങനെയുണ്ട്? തൊണ്ടവേദന എങ്ങനെയാണ്? പനി വന്നത്? പറഞ്ഞു കൊടുക്കുമോ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമോ? അങ്ങനെയല്ല, വിളിച്ചു വരുത്തിയ പനിയാണത്. ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ നല്ല തണുപ്പത്ത് പുറത്ത് എനിക്ക് ഒരു പനിയും വരില്ല എന്നുള്ള അഹങ്കാരത്തിൽ നടന്നാണ് അല്ലേ. അപ്പൊ മനസ്സിലായില്ലേ താനും ഒരു മനുഷ്യനാണ്. ഇതാണ് നമ്മുടെ ലഞ്ച് കേട്ടോ. വെള്ളപ്പം, ഇത് ഇന്നലത്തെ ബീട്രൂട്ട് ഉപ്പേരി കുറച്ച് ബാക്കിയുള്ളതാണ്. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കുകയാണ്. പിന്നെ ഇത് പോംഗ്രനേറ്റ്, പിന്നെ ഗ്രീൻ പീസിൻ്റെ ഉപ്പേരി. വരൂ കഴിക്കാം. ബോക്സ് കൊടുന്നപ്പോൾ അതിനുള്ളൊരു പ്രത്യേക തരം എട്ടുകാരി ഉണ്ടായിരുന്നു. പുള്ളിയെ ഞാൻ കണ്ടതും ഞാൻ വാക്യൂം ക്ലീനർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പുള്ളി എങ്ങോട്ടോ പോയി. അപ്പോൾ പുള്ളി വീട്ടിലാച്ച
ഇവിടുത്തെ എട്ടുകാലി പോയിസണസ് ആണോ? ചില എട്ടുകാലികൾ ഭയങ്കര പോയിസണസ്. ഇത് പല്ല അടമ പോലെ ആടുന്നുണ്ട് കേട്ടോ. എന്റെ ഫിറ്റിംഗ് ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞ് ആടാൻ തുടങ്ങും. കഴിഞ്ഞ ആഴ്ച തോന്നുന്നു ഞാൻ എനാക്കോണ്ടയുടെ ഏതോ ഒരു പാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൽ ഒരു എട്ടുകാലിനെ പറ്റി കാണിക്കുന്നില്ലേ, ഭയങ്കര പോയിസണസാന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഭാഗം കണ്ടതിന് ശേഷം എനിക്ക് ഏത് എട്ടുകാലിനെ കണ്ടാലും ഒരു ശങ്കയാണ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ എട്ടുകാലിയുള്ളൊരു രാജ്യമാണ് നെതർലൻഡ്സ്. വിൻ്റർ ആകുമ്പോൾ കുറച്ച് കുറയുന്നേ ഉള്ളൂ. സമ്മറൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എട്ടുകാലി ഇപ്പോൾ എനിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് കുറച്ചിങ്ങനെ ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എനിക്കൊരു ഐഡിയ കിട്ടുമൊന്നുമില്ല കേട്ടോ, എങ്ങനെ ഇത് വെക്കണം എന്നുള്ളത്. എനിക്ക് ഒരുപാട് പിൻട്രസ്റ്റൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ കാണുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ തട്ടിക്കൂട്ടുന്നത്. ചില ആൾക്കാരുണ്ടാവുമല്ലോ, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ടാവും. അത്ര ഒരു സ്കിൽ എനിക്കില്ല. എനിക്ക് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കിച്ചണിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താട്ടോ. എല്ലാ തവണയും കിച്ചണിൽ നമ്മളിത് ഇവിടെ ഒരു ചെറിയ ഡെക്കറേറ്റീവ് പീസ് മാത്രമേ വെക്കാറുള്ളൂ. ഇത്തവണ അതന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവിടെ നമുക്ക് കുറച്ച് റെഡ് കളേഴ്സ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവില്ലേ എന്നുള്ളത്. ഇത്തവണത്തെ ഷോപ്പിങ്ങിൽ ഞാനതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം നമുക്ക് ഇവിടെയും കൂടെ എന്തെങ്കിലും കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൽക്കാലം ഇപ്പം ഇത് മാറ്റാം. ഇതാണ് നമ്മൾ ഇത്തവണ കിച്ചണിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. അതൊരു പണിയായിരിക്കും, കാരണം ഇതൊന്നും ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. നോക്കാം. തൽക്കാലം ഇതാണ് ഇപ്പം നമ്മൾ വെക്കാൻ വേണ്ടി പോണേ. ഈ ബോക്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തു വെക്കാം കേട്ടോ, കാരണം ഇതിൽ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞാൽ കാര്യങ്ങൾ എടുത്തു വെക്കാനായിട്ട് പറ്റും. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്ലെയിൻ ആയിട്ട് പുള്ളി നമ്മുടെ ആ ഒരു സ്ലാബിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ വലിയൊരു ഭംഗി കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുന്നത്തെ ഡെക്കറേഷൻ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ബേസും കൂടെ കൊടുത്ത് പിന്നെയാണ് ഞാൻ പുള്ളീനെ അതിൻ്റെ മുകളിൽ വെച്ചത്. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മിസ്സിങ് ആയിട്ടുള്ളത് പോലെ ഒരു തോന്നൽ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് പീസസ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടി നമുക്കിങ്ങനെ ഡെക്കറേഷന് വെക്കാൻ പറ്റുന്ന മത്തങ്ങ, ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ നമ്മൾ നേരത്തെ പിക്ക് ചെയ്തില്ലേ ആ ഒരു കടയിൽ നിന്ന്, അതിൻ്റെ കുറച്ച് ബാക്കി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ച് നമ്മളിതേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഐറ്റം, ക്രിസ്മസ് ട്രീ. ഞാൻ എല്ലാ കൊല്ലവും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത്. ഇത്തവണ ഞാൻ വിചാരിച്ചു ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ എൻ്റെ മൊത്തം പരിപാടി തീരുന്നുണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഇത് പുതിയ ക്രിസ്മസ് ട്രീ ആണ്, നേരത്തെ നമ്മൾ പോയി വാങ്ങിയത്. അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചും മറച്ചും ഒക്കെ വെച്ച് നോക്കി. പിന്നെയാണ് അതിൽ വലിയൊരു തെറ്റ് മനസ്സിലായത്. ഏറ്റവും ബേസിലെ പോർഷൻ ഉണ്ടല്ലോ, അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടാണ് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നത്. എനിക്കെന്തോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ എനിക്ക് അത്യാവശ്യം നല്ല സമയം പോയി. പിന്നെ വിഷ്ണു കിടന്ന് ഉറങ്ങായത് കാരണം ഞാൻ വിളിക്കേണ്ടെന്ന് വിചാരിച്ചു, കാരണം പുള്ളി ടയർഡായിട്ട് കിടക്കുകയല്ലേ. അപ്പം ഞാൻ തന്നെ മുകളിലും താഴെയും ഉള്ളിൽ ഫിറ്റ് ചെയ്ത ഐറ്റം വരെ ഞാൻ ഊരിയെടുത്തു. ഇനി അവർക്ക് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ, ഇതിൻ്റെ ബില്ല് ഞാൻ തപ്പി കൊണ്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നുമല്ല. വിഷ്ണു താഴെ വന്നു കഴിഞ്ഞപ്പോൾ ആ സാധനം ഒന്ന് മുകളിലോട്ടും താത്തോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രീ ഇതേ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് കഴിഞ്ഞ കൊല്ലോ അതിൻ്റെ മുന്നത്തെ കൊല്ലോ ഞാനിങ്ങനെ ക്രിസ്മസ് വ്ളോഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ട്രീയുടെ ബ്രാഞ്ചസ് കുറച്ചും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കമൻറ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു 4-5 വർഷം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണുന്നത്. ഞാൻ അപ്പോൾ ബ്രാഞ്ച് സ്പ്രെഡ് ചെയ്യുന്ന രീതി ഒട്ടും കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് ഒട്ടും ഉള്ളിൽ നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കമൻറ്റിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് വായിച്ച് നോക്കി ആണ് ഞാൻ കുറച്ചും കൂടെ ട്രീസിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ പ്രോപ്പറായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇത്തവണ അത്യാവശ്യം ഞാൻ സ്പ്രെഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രീ ഒന്ന് റെഡിയാക്കി വന്നപ്പോൾ ഫുൾ മടിയായി കേട്ടോ. ഇനി നിലത്തുള്ള കാര്യങ്ങൾ മുഴുവൻ എങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര മടി വരുന്നു. സമയം 5 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇരുട്ട് നോക്കി നോക്കൂ, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഒരു 6 മണിയുടെ ഉള്ളിലെങ്കിലും നമുക്ക് ഇനി കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഓർണമെന്റ്സ് എല്ലാം ഒന്ന് ട്രീയുടെ മുകളിൽ നല്ല ഭംഗിക്ക് വെക്കാം. പിന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൂടെ വെക്കാനുണ്ട്. ഈ ഒരു പരിപാടി നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. ഹീറ്റർ ഓൺ ചെയ്തിട്ടില്ല തോന്നുന്നു. ഹീറ്റർ ഓൺ ചെയ്തിട്ട് വരാം. വളരെയധികം സൂക്ഷ്മതയോടുകൂടെയായിരുന്നു നമ്മളിതെല്ലാം ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നത്. പെട്ടെന്നാണ് അത് നടന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷാമ്പെയിൻ ഗ്ലാസിൻ്റെ ഒരു സംഗതിയായിരുന്നു കേട്ടോ അത് പൊട്ടി എന്തായാലും തീരുമാനമായി. ഇനി നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ വർക്ക് വളരെയധികം സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് വിഷ്ണു ഇതേ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ
പുതിയ കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെ മുകളിലും നമ്മൾ ആ ഹാങ്ങിങ് ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ അതെല്ലാം വിഷ്ണു ചെയ്തു തരാണ്, ഞാൻ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ ഞാൻ എന്താണ് ഏകദേശം ഒരു ചെറിയ ബ്രേക്ക് എടുത്തത് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. എനിക്ക് വിൻ്റർ എപ്പോഴും കുറച്ച് ടഫായിട്ടുള്ള ടൈമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു വിൻ്റർ മോർണിംഗ് ആൻഡ് ഈവനിങ് കാര്യങ്ങൾ ഷെയർ ചെയ്തും കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതാണ്. ചെറിയ കുറച്ച് മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ വിൻ്ററായി എനിക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് സ്റ്റൈലിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരുന്നു എന്നുള്ളതും എനിക്ക് വന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു ഫെസ്റ്റീവ് മൂഡുള്ള വീഡിയോൻ്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ പറയണ്ടല്ലോ അല്ലേ. ഞാൻ ചുമ്മാ ഈ ട്രീ വലം വെച്ചുകൊണ്ടിരിക്കുകയല്ല കേട്ടോ. എൻ്റെ കയ്യിൽ നമ്മുടെ ട്രീയിലിടുന്ന ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പ്രോപ്പറായിട്ട് ട്രീയിലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ലൈറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ടാലാണ് എനിക്ക് ഇനഫായിട്ട് തോന്നാറ്. ആദ്യമൊക്കെ 2 ഇടുള്ളായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അല്ല കുറച്ചും കൂടെ നമുക്കൊന്ന് ഗംഭീരമാക്കാമെന്ന് വിചാരിച്ച് 3 ലൈറ്റ്സാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടാറ്. വിഷ്ണു ആരെയായിട്ടോ ഗംഭീരമായ ഫോൺ കോളിലാണ്. ഈ ഒരു ക്രിസ്മസ് ട്രീയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ തെറ്റിയിട്ടോ. കാരണം നമ്മൾ ഇത്രയധികം ഡെക്കറേറ്റീവ് സാധനങ്ങൾ മാറ്റിയിട്ടില്ലേ, അതെല്ലാം പ്രോപ്പറായിട്ട് ഈ പറഞ്ഞതുപോലെ കവർ ചെയ്ത് കേട് വരാത്ത രീതിയിൽ നമുക്ക് തിരിച്ചെടുത്ത് വെക്കണം. അയ്യോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രീ ലൈറ്റ് ചെയ്ത് ഫുൾ റെഡിയായി. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ഞാനൊരു വൈറ്റും ഗോൾഡനിലും തീമിൽ വരുന്ന ഒരു ട്രീ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ബോക്സസൊക്കെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ട്രീയുടെ താഴെ വെക്കണം എന്നുണ്ട്. ഇന്ന് അതിനുള്ള സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം നമുക്ക് അവസാനിപ്പിച്ച് പ്രോപ്പറായിട്ട് ഇവിടേക്ക് ഒന്ന് വാക്യൂം ചെയ്ത് വൃത്തിയാക്കാം. നമ്മൾ ഇത്രയധികം ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഹോൾ ഒട്ടും നീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചേഞ്ച് ഫീൽ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഈ ഒരു ഹോള്. നമ്മുടെ പരിപാടി മുഴുവൻ തീർന്നിട്ടില്ല, പക്ഷെ മുഴുവൻ ചെയ്യാൻ നമുക്കിപ്പോൾ സമയമില്ല. നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. സമയം 8 മണിയായിട്ടോ, ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡിന്നറിൽ ഞാനും വിഷ്ണു മാത്രമല്ല പ്രതുവും ഇതും കൂടെ വരുന്നുണ്ട് കേട്ടോ. അവർ വീട് മാറിയതിന് ശേഷം ഇപ്പോൾ ഫുള്ളായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സമയം എടുക്കുമല്ലോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. വീട് മാറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പണിയാണ്. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് തുടങ്ങി. ഇനി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ഡിന്നറിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ പ്ലാൻ എന്ന് പറയുന്നത് മുട്ടക്കറിയും ചപ്പാത്തിയാണ്. ചപ്പാത്തി റൊട്ടിമാറ്റിക് ഉണ്ടാക്കിക്കോളും. മുട്ടക്കറി നമുക്ക് ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അതിനുശേഷം ബാക്കി കുറച്ച് പരിപാടിയും കൂടെ നമുക്കുണ്ട്. ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യായിരുന്നു എന്നുള്ളത്. ഓരോരോ കൊല്ലം നമ്മളിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നതോറും അല്ലേ നമുക്ക് കൂടുതൽ ഐഡിയാസ് വരിക. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ കൊല്ലം ചെയ്യാൻ പറ്റി തോന്നുന്നു. പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറേ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കിടക്കുന്ന പോലെ തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് എന്തെങ്കിലും വെക്കായിരുന്നു എന്നൊക്കെ. അപ്പോൾ തൽക്കാലം ഈ വർഷം ഇത്ര തന്നെയേ ഉള്ളൂ. അടുത്തൊരു വർഷത്തേക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കൊന്നും കൂടെ പ്ലാൻ ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ 20 ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിനു മുന്നേ ഇനി ഷോപ്പിംഗ് ചെയ്ത് ശബ്ദം വിഷ്ണു കുളിക്കുക. അപ്പോൾ അതിനു മുന്നേ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ഇനി ഒരു ഡെക്കറേഷനും കൂടെ ഒക്കെ പണിയാണ്. ഇതന്നെ ഒരു ഫുൾ ഡേ പരിപാടിയായിരുന്നു. രാവിലെ തുടങ്ങിയതാണ്. ആ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ആയിരുന്നു ഏറ്റവും പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്കൊരു 3-4 മണിക്കൂർ എടുത്തു അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ചിങ്ങും അവസാനം എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കൂടെ നല്ല പണിയായിരുന്നു. ഇപ്പൊ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഷട്ടപ്പട്ടേ ഒരു മുട്ടക്കറി ഉണ്ടാക്കട്ടെ കേട്ടോ. ഒരു ഈസി പീസി മുട്ടക്കറി. ചപ്പാത്തിയെ നമ്മളൊന്ന് ചെറുതായിട്ട് മാറി സഞ്ചരിച്ച് ഇടിയപ്പത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചപ്പാത്തി എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇടിയപ്പം തട്ടിക്കൂട്ടി. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ ഓവറായിട്ട് ഇവിടെ വലിച്ചു നീട്ടുന്നില്ല. എങ്ങനെയുണ്ട് വീട് മാറിയിട്ടുള്ള ആദ്യത്തെ ഒരാഴ്ച? നല്ല പണിയുണ്ട്. ഫൈനലി എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഈ ഒരു എൻഡിൽ നിന്ന് മേജറായിട്ടുള്ള ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഹാള് കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു പീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കിച്ചണിൻ്റെ മുകളിൽ വെച്ചത്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളൂ. പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ഇരുന്ന് ഒരു ക്രിസ്മസ് മൂവി കാണട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്വസ്നേഹം, തനി മലയാളി. ടാറ്റാ.